ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴി വളർത്തൽ എന്നത് വരുമാനമാർഗം, അതിലുപരി വലിയൊരു മനസ്സമാധാനം. തിരക്കേറിയ ജീവിതത്തിനിടയിൽ മാനസികമായി അല്പം ആശ്വാസം ആഗ്രഹിക്കുന്നവർക്കും വീട്ടിലിരുന്ന് ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമാണിത്. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യം, കുറഞ്ഞ പരിചരണത്തിൽ വളർത്താൻ കഴിയുന്നതുമായ ഇനമാണ് നാടൻ കോഴി. മറ്റു ഇനങ്ങളെ അപേക്ഷിച്ച് നാടൻ കോഴികൾക്ക് രോഗം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥാ മാറ്റങ്ങളെ അതിജീവിക്കാൻ ഇവയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. ഇവയ്ക്ക് പ്രത്യേക തീറ്റകൾ ആവശ്യമില്ല. പറമ്പിലെ പുല്ല്, പ്രാണികൾ, അടുക്കളയിലെ ബാക്കി വരുന്ന ഭക്ഷണ സാധനങ്ങൾ എന്നിവ കഴിച്ച് ഇവ സുഖമായി വളരും. പലരും ചോദിക്കാറുണ്ട്, ടെറസിലാണോ അതോ താഴെയാണോ വളർത്താൻ നല്ലതെന്ന്. എൻ്റെ അനുഭവത്തിൽ സുരക്ഷയ്ക്ക് ഏറ്റവും നല്ലത് ടെറസ് തന്നെയാണ്. താഴത്ത് വളർത്തിയപ്പോൾ തെരുവുനായകൾ കൂട്ടമായി വന്ന് കൂടിൻ്റെ അടിഭാഗം മാന്തിപ്പൊളിക്കുകയും വലകൾ കടിച്ചു കീറുകയും കോഴികളെ പിടിച്ചു കൊണ്ടുപോയിട്ടൊക്കെയുണ്ട്. ചുമരിൽ കൂട് വെച്ചാൽ പോലും നായകൾ ചാടിപ്പിടിക്കാനും ഇഴജന്തുക്കൾ കയറാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇവയെ ടെറസിലേക്ക് മാറ്റിയത്. ടെറസിലെ കൂടിനുള്ളിൽ തന്നെ മുകളിലായിട്ട് കമ്പികൾ അടിച്ച് പ്രാവുകൾക്കും കൂടങ്ങൊരുക്കി. സ്ഥലപരിമിതിയുള്ളവർക്ക് ഒരേ സ്ഥലത്ത് തന്നെ 2 കൂട്ടരെയും വളർത്താൻ പറ്റിയ നല്ലൊരു ഐഡിയയാണ്. ചൂട് കുറയ്ക്കാനായി കൂടിനു മുകളിൽ ഓലയോ പച്ചവലയോ ഇടുന്നത് നന്നായിരിക്കും. ദിവസം വെറും 15 മിനിറ്റ് മാത്രം ഇതിനായി മാറ്റിവെച്ചാൽ മതി. പുറത്തുനിന്ന് വാങ്ങുന്ന തീറ്റകൾക്ക് പകരം മണ്ണിരകൾ, പറമ്പിലെ ചിതലുകൾ, പച്ചിലകൾ എന്നിവയൊക്കെ ഇവയ്ക്ക് കൊടുക്കാം. ഇങ്ങനെ വളരുന്ന കോഴികളുടെ മുട്ടയ്ക്ക് ഗുണവും രുചിയും കൂടുതലാണ്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ വിഷമില്ലാത്ത നല്ല പോഷകമുള്ള നാടൻ മുട്ട നൽകാൻ ഇത് സഹായിക്കും. പിന്നെ കുട്ടികളുടെ ബുദ്ധിശക്തി വർദ്ധിക്കാനും നാടൻ മുട്ട വളരെ നല്ലതാണ്. അസുഖം വരാതിരിക്കാൻ മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ചതച്ച വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഇവയ്ക്ക് കൊടുക്കണം. സാധാരണയായി നാടൻ കോഴികൾ വർഷത്തിൽ 60 മുതൽ 100 വരെ മുട്ടകൾ മാത്രമേ ഇടാറുള്ളൂ. മുട്ടയ്ക്കാണെങ്കിൽ ഗ്രാമശ്രീ കോഴികളാണ് ഏറ്റവും നല്ലത്. പിന്നെ കോഴികളെ തിരഞ്ഞെടുക്കുന്നതിലെ കാര്യം നോക്കാം. മുട്ടയ്ക്ക് വേണ്ടി മാത്രമാണെങ്കിൽ BV380 പോലുള്ള ഇനങ്ങളെ തിരഞ്ഞെടുക്കാം. ഇവ വർഷത്തിൽ 300-ലധികം മുട്ടകൾ നൽകും. നാടൻ രീതിയിലുള്ള മുട്ടയ്ക്കും ഇറച്ചിക്കും വേണ്ടിയാണെങ്കിൽ ഗ്രാമപ്രിയ, ഗ്രാമലക്ഷ്മി, കൈരളി എന്നിവ നല്ലതാണ്. ഔഷധ ഗുണത്തിനാണെങ്കിൽ കരിങ്കോഴി തിരഞ്ഞെടുക്കാം. ഇവയുടെ മുട്ടയ്ക്കും ഇറച്ചിക്കും നല്ല വിലയാണ്. കോഴികളെ തിരഞ്ഞെടുക്കുമ്പോൾ കണ്ണുകൾ തെളിഞ്ഞതും തിളക്കമുള്ളതുമായിരിക്കണം. കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടെങ്കിൽ അവ ഒഴിവാക്കുക. നാടൻ കോഴിമുട്ടയ്ക്കും ഇറച്ചിക്കും രുചിയും ഗുണവും കൂടുതലാണ്. പക്ഷേ സാധാരണ നാടൻ കോഴികൾ വർഷത്തിൽ 60 മുതൽ 100 വരെ മുട്ടകൾ മാത്രമേ നൽകാറുള്ളൂ. മുട്ടയ്ക്ക് വേണ്ടിയാണ് വളർത്തുന്നത് എങ്കിൽ ഗ്രാമപ്രിയ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറഞ്ഞ സ്ഥല സൗകര്യമുള്ളവർക്കും വീട്ടിലെ ആവശ്യത്തിനും മുട്ടയും ഇറച്ചിയും ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും ലാഭകരം നാടൻ കോഴി തന്നെയാണ്. എൻ്റെ ഈ ചെറിയ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.